നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. ദേശീയപാത 766 കല്ലൂരിന് സമീപം വാഹനാപകടം. 4 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. അപകടം കാറും ടോറസ് ടിപ്പറും കൂട്ടിയിടിച്ച്. പനമരം കൂളിവയലിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കി. ഒരേ സമയം ഉപയോഗിക്കുന്നത് 10 മണ്ണുമാന്തി യന്ത്രങ്ങൾ. മാതൃകാ വീടിന്റെ നിർമ്മാണം 1 മാസത്തിനകം പൂർത്തിയാകും. തൃക്കൈപ്പറ്റയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 3 പവൻ സ്വർണവും 30,000 രൂപയും അപഹരിച്ചു. വീട്ടിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ കൊണ്ടുപോയി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാട്ടാന ശല്യത്തിനെതിരെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധം. വന്യമൃഗശല്യത്തിനെതിരെ ഫലപ്രദമായ നടപടികളില്ലെന്ന് നാട്ടുകാർ. കാട്ടാനാക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ DFOയുമായി ചർച്ച. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 766 കല്ലൂർ 67 സമീപമുണ്ടായ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കാറും ടോറസ് ടിപ്പറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റ 4 പേരെയും കോഴിക്കോട് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. ബത്തേരി ഭാഗത്തു നിന്നും ബാംഗ്ലൂരുവിലേക്ക് പോയ കാറും ഗുണ്ടൽപേട്ട് ഭാഗത്തു നിന്നും സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് വന്ന ടോറസ് ടിപ്പറും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ ബാംഗ്ലൂരു ആചാര്യ കോളേജ് വിദ്യാർത്ഥികളും കോഴിക്കോട് സ്വദേശികളുമായ 4 പേർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് വണ്ടി റോഡിൽ തലകുത്തി മറിഞ്ഞ് അതെത്രയാ ഒരു 60-65 ടണ്ണോളം വരുന്ന ഭാരമായിട്ട് വന്ന ലോറിയാണ് ഇവിടെ എടുത്തടിച്ച് റോഡിൻ്റെ ക്രോസ് ആയിട്ട് കിടക്കുന്നത്. 2-3 ട്രാക്ടർ ഇപ്പോൾ ഇവിടെ വലിക്കുന്നുണ്ട്. ഹിറ്റാച്ചി വന്നിട്ടുണ്ട്. കയറ്റാനായിട്ട് യാതൊരു രക്ഷയില്ലാതെ ജനം റോഡിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. അതിൻ്റെ അവസ്ഥ അതാണ്. ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. ഹൈവേന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകുന്നില്ല. PWDന്റെ ഭാഗത്തുനിന്ന് PWD പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഹൈവേന്റെ ആണെന്ന് പറയും. ഇതിന് യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒളവണ്ണ സ്വദേശി ജെയ്സ് മുഹമ്മദ്, കല്ലായി സ്വദേശി ഫഹദ്, നാദാപുരം സ്വദേശി സഫ്വാൻ, ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥിനി എന്നിവർക്കാണ് പരിക്ക്. ഇതിൽ നാദാപുരം സ്വദേശിയായ സഫ്വാന് ഗുരുതര പരിക്കാണുള്ളത്. ഇയാളെ അടക്കം 4 പേരെയും കോഴിക്കോട് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിന്റെ ആഘാതത്തിൽ ടോറസ് ടിപ്പർ ദേശീയപാതയ്ക്ക് കുറുകെ മറിഞ്ഞു. കാറും പൂർണ്ണമായി തകർന്നു. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാരാണ് കാറിൽ നിന്നും പുറത്തെടുത്തത്. ആദ്യം സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും നേരിട്ടു. മലനാട് ന്യൂസ്, ബത്തേരി. പനമരം കൂളിവയലിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ പരിഭ്രാന്തി പരത്തി. തലങ്ങും വിലങ്ങും വട്ടം കറങ്ങിയ നിയന്ത്രണം വിട്ട വാഗണർ കാർ നിരവധി വാഹനങ്ങളെ ഇടിച്ച ശേഷമാണ് നിന്നത്. അപകടമുണ്ടാക്കിയത് കണിയാമ്പറ്റ സ്വദേശിയായ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ മനീഷ് ഓടിച്ച കാറാണ്. പനമരം കൂളിവയൽ ടൗണിൽ ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു സംഭവം. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ മനീഷ് ഓടിച്ചിരുന്ന വാഗണർ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പീച്ചങ്കോട് സ്വദേശി മുഹമ്മദ് അലിയുടെ ഓൾട്ടോ കാറിലാണ് ആദ്യം ഇടിച്ചത്. ഇതിനുശേഷം ടൗൺ കഴിഞ്ഞുള്ള വളവിൽ പച്ചക്കറി ഇറക്കി തിരിച്ച് ഗുണ്ടിൽപേട്ടയ്ക്ക് പോകുന്ന ബൊലോറോ പിക്കപ്പിലിടിച്ചാണ് കാർ നിന്നത്. വാഗണർ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വണ്ടി സൈഡാക്കട്ടെ, ചാവി ഉണ്ടോ? സൈഡാക്കട്ടെ, വണ്ടി ബ്ലോക്കാ. എന്താ പേരെന്നാ പറഞ്ഞത്?
മനീഷ് എവിടെയാ സ്ഥലം എവിടെയാ? കണിയാൻ പറ്റും. ആരെങ്കിലും വിളിക്കണോ? അതിന്റെ കുടുംബക്കാരാ? കണ്ണൂർ സബ് ജയിലിൽ വാർഡനായി ജോലി ചെയ്യുന്ന മനീഷിനെ മദ്യലഹരിയിൽ സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പനമരം പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പനമരം പോലീസ് കേസെടുത്തു. മലനാട് ന്യൂസ്, പനമരം. ദേശീയപാതയിൽ കല്ലൂരിന് സമീപം വാഹനാപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 5 മാസത്തിനിടെ കല്ലൂർ മുതൽ അതിർത്തി വരെ 13 അപകടങ്ങളാണ് ഉണ്ടായത്. വേഗതാ മുന്നറിയിപ്പ്, വാഹനങ്ങളുടെ അമിത വേഗതയും വാഹനങ്ങൾ അമിതഭാരവുമായി എത്തുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേശീയപാതയിൽ കല്ലൂർ മുതൽ മൂലഹള്ള സംസ്ഥാന അതിർത്തി വരെയുള്ള ഭാഗങ്ങളിലാണ് വാഹനാപകടങ്ങൾ പതിവാകുന്നത്. ഈ വർഷം മാത്രം 13ഓളം അപകടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായത്. വാഹനങ്ങളുടെ അമിത വേഗതയും അമിത ഭാരം കയറ്റി വാഹനങ്ങൾ വരുന്നതും പാതയോരങ്ങളിൽ വേഗതാ നിയന്ത്രണ മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവവുമാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഹൈവേയില് ഒരു പാലമുണ്ട്, കല്ലൂർ പാലം. ഈ കല്ലൂർ പാലത്തിന് ചുരുങ്ങിയ ഒരു 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഈ പാലത്തെ കൂടിയാണ് ഈ വണ്ടികൾ സദാ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്പീഡോ താങ്ങാനാവാത്ത സ്പീഡ്, അത്ര ഭയങ്കര സ്പീഡിലാണ് ഈ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തീരുമാനം, ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. ഹൈവേൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകുന്നില്ല, PWDൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. PWD പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഹൈവേൻ്റെ ആണെന്ന് പറയും. ഇതിന് യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഇത് വിഷമം പരിഹരിക്കുന്നതിന് വേണ്ടി എങ്കിലും ഒരു ഹമ്പോ അല്ലെങ്കിൽ എങ്ങനെയും സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാത്രിയാത്രാ നിരോധനം നിലനിൽക്കുന്ന ഈ മേഖലയിൽ റോഡ് അടയ്ക്കുന്നതിന് മുൻപേ അതിർത്തി കടക്കാൻ വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്നത് അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഇന്ന് രാവിലെ കല്ലൂർ 67 സമീപമുണ്ടായ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്ന് അപകടമുണ്ടായ സ്ഥലത്ത് ഈ കഴിഞ്ഞ 17-നും അപകടമുണ്ടായി 2 പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ സാഹചര്യത്തിൽ വാഹനങ്ങളുടെ വേഗതയും ഭാരവും പരിശോധിക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, ബത്തേരി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കി. ഒരേ സമയം 10 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വീടുകളുടെ ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. തൊഴിലാളികളുടെ എണ്ണവും ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാതൃകാ വീടിന്റെ നിർമ്മാണം 1 മാസത്തിനകം പൂർത്തിയാകും. കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് പദ്ധതി പ്രദേശത്തെ കാഴ്ചയാണിത്. ഒരേ സമയം 10ലേറെ മണ്ണുമാന്തി യന്ത്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. തുടക്കത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലെ 25 തൊഴിലാളികൾ മാത്രമായിരുന്നു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 200ഓളം പേർ പദ്ധതി പ്രദേശത്ത് വിശ്രമമില്ലാതെ ജോലിയെടുക്കുകയാണ്. മാതൃകാ വീടിന്റെ നിർമ്മാണം 1 മാസത്തിനകം പൂർത്തിയാക്കും. മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മാതൃകാ വീട് സമർപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അതിനാൽ തന്നെ പരമാവധി പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് തിരുവനന്തപുരത്ത് ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനായി യോഗം ചേർന്നിരുന്നു. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഭരണ, സാങ്കേതിക, സാമ്പത്തിക അനുമതികൾ നൽകുന്നതിന് സമയക്രമം നിശ്ചയിച്ചു. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതോടെ വിവിധ ക്ലസ്റ്ററുകളായി കൂടുതൽ വീടുകളുടെ നിർമ്മാണം നടത്തും. DPR തയ്യാറാകാത്തതിനാൽ തന്നെ ബൈപ്പാസിനോട് ചേർന്നുള്ള പ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. തൃക്കൈപ്പറ്റയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 3 പവൻ സ്വർണവും 30,000 രൂപയും നഷ്ടപ്പെട്ടു. ശ്രീനന്ദനം വീട്ടിൽ ഹരീഷ് കുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ മോഷ്ടാക്കൾ കൊണ്ടുപോയി. വെള്ളിയാഴ്ച ഹരീഷും കുടുംബവും തൃശൂരിലേക്ക് പോയ സമയത്തായിരുന്നു മോഷണം. രാത്രി വീടിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടത്തിയത്. CCTVയുടെ ദിശ മാറ്റിവെക്കുകയും CCTV ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ശനിയാഴ്ച ഹരീഷും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഞാനും വൈഫും കുട്ടികളും കൂടി തൃശ്ശൂർ നാട്ടിലേക്ക് പോയതായിരുന്നു.
ആ സമയത്ത് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പോയി, ഞായറാഴ്ച 4 മണിക്ക് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീട് കുത്തിപ്പൊളിച്ച് കിടക്കുന്നുണ്ട്. 30,000 രൂപയും 3 പവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മേപ്പാടി പോലീസും കൽപ്പറ്റ സിഐയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലനാട് ന്യൂസ് മുട്ടിൽ. കാട്ടാന ശല്യത്തിനെതിരെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ട് മേപ്പാടിയിൽ സംയുക്ത ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ശല്യത്തിനെതിരെ ഫലപ്രദമായ നടപടികളില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നു മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുകയും ചെയ്തിരുന്നു. മേപ്പാടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാന ജനവാസ മേഖലയിൽ എത്തുന്ന അവസ്ഥയാണുള്ളത്. ഇതിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി ആളുകളുടെ സൗര്യജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ പോയപ്പോഴാണ് ഇന്ന് ഒരു കൂട്ടം ജനങ്ങൾ ഈ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേപ്പാടി KB ജംഗ്ഷനിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിച്ചത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പ്രതിഷേധം വൈകിട്ട് 3 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. DFO സ്ഥലത്തെത്താത്തതിൽ വ്യാപക പ്രതിഷേധം. നശിപ്പിച്ച കൃഷിക്ക് നഷ്ടപരിഹാരം കിട്ടണം. അവിടെ ഫോറസ്റ്റ് മുഴുവൻ ലയിച്ചു. നാളെ വൈകിട്ട് 3 മണിക്ക് മേപ്പാടി റേഞ്ച് ഓഫീസിൽ വെച്ച് DFOയുമായി ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേലാണ് പിന്നീട് സമരം അവസാനിപ്പിച്ചത്. മലനാട് ന്യൂസ് മേപ്പാടി. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ പ്രതിഷേധിച്ച് പൂതാടി പഞ്ചായത്തിന് മുൻപിൽ കഞ്ഞിവെച്ച് സമരം. ശുദ്ധജലവും വഴിയും ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പൂതാടി പഞ്ചായത്തിലെ ചെറുകുന്ന് 4 സെന്റിൽ ഉള്ളവരാണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പാത്രങ്ങളുമായി കഞ്ഞിവെച്ച് സമരം നടത്തിയത്. നേരത്തെ പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് കയറി ഇറങ്ങി മടുത്തു. ഈ കഴിഞ്ഞ ആഴ്ച 3-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു. അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട്, തിങ്കളും ചൊവ്വയും കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരുമെന്ന് പറഞ്ഞു. ഇതുവരെ വെള്ളമില്ല. ഞങ്ങൾ വെള്ളം കുടിക്കാതെ എന്ത് ചെയ്യും? ഞങ്ങൾ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല, ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടിട്ട് വന്നതാ. അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു വാക്ക് പറഞ്ഞ പ്രസിഡന്റ് അത് പാലിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പോയിക്കോട്ടെ. ഈ സ്ഥാനത്ത് ഇരിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ
ജനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരുപാട് തവണയായി, ഒരു തവണയല്ല പലവട്ടമായിട്ട് വന്ന് കയറി ഇറങ്ങി പോകുന്നതാ. ഇന്ന് മുതൽ ഞങ്ങൾ പോകുന്നില്ല, പറ്റൂല. ശുദ്ധജലവും വഴി സൗകര്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് ശക്തമായ സമരത്തിലേക്ക് ഇവർ കടന്നത്. വൈകിട്ടോടെ AKS നേതാക്കളുമായി പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ ചർച്ചയിൽ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാമെന്ന ഉറപ്പിന്മേലാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത്. മേപ്പാടി കുന്നമംഗലം വയലിൽ കുടിയിറക്ക് ഭീഷണിയിൽ 2009 സോയിൽ പൈപ്പിംഗ് റിപ്പോർട്ട് ചെയ്ത മേഖലയിലെ 25ഓളം കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കുടുംബങ്ങൾക്ക് മുക്കംകുന്ന് ഭൂമി അനുവദിച്ചിരുന്നു. മാറി താമസിക്കാതെ കുന്നമംഗലം വയലിൽ തന്നെ താമസം തുടരുന്നതിനാലാണ് നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാലിയായ സ്ഥലത്ത് തങ്ങൾ എങ്ങനെ താമസിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. 2009 ഭൂമി നിരങ്ങി നീങ്ങൽ പ്രതിഭാസം നടന്ന പ്രദേശമാണ് കുന്നമംഗലം വയൽ. പ്രതിഭാസം പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം പ്രദേശത്തെ ചില ഭാഗങ്ങളിൽ താമസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇത്രയും കുടുംബങ്ങളോട് മാറി താമസിക്കാനും ആവശ്യപ്പെട്ടു. മേപ്പാടി പഞ്ചായത്തിലെ മുക്കംകുന്ന് ഇത്രയും കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ ഭൂമി അനുവദിച്ചു. എന്നാൽ വീട് നിർമ്മിക്കാനുള്ള തുക നൽകിയുമില്ല. ഇതേ തുടർന്ന് കുടുംബങ്ങൾ കുന്നമംഗലം വയലിൽ തന്നെ താമസം തുടരുകയായിരുന്നു. വെള്ളമില്ല, അതുപോലെ വഴി, അതുപോലെ വീട്. ഇനിയിപ്പോൾ മഴക്കാലത്ത് മാറി നിൽക്കണമെങ്കിൽ തന്നെ നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്തു തരണം അവിടെ. അല്ലാതെ ഇപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ഇതില്ല നമ്മൾ നിൽക്കുക അവിടെ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുടുംബങ്ങൾക്ക് വീടുകൾ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. വീടുകൾ നിർമ്മിച്ചു നൽകാതെ കാലിയായ സ്ഥലത്തേക്കാണോ തങ്ങൾ പോകേണ്ടത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. പകരം സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടുമില്ല. കുന്നിൻ മുകളിൽ നിന്നും ഒഴുകുന്ന വെള്ളം കൃത്യമായി ഒഴുകിപ്പോകുന്നതിന് ഓവുചാൽ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു 45 പേർക്കുള്ളൊരു ബുദ്ധിമുട്ടല്ല ഇവിടെ വരുന്നത്. ഈ 45 പേർക്കൊരു 8 സെൻറ്റ് സ്ഥലം തന്നിട്ട് അതിനൊരു അടിസ്ഥാന സൗകര്യമുള്ള കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലവും നമുക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു സ്ഥലം വേണ്ടേ, അതും കൂടി ചെയ്ത് തരാം. അതായത് നമ്മളടുത്ത് കിട്ടുന്ന ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെവിടെ പോകാനാ? നമുക്കിതൊക്കെ ഒന്ന് ഒരുക്കി തന്നാലല്ലേ നമുക്കിത് പോകാൻ പറ്റുള്ളൂ. നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് കുന്നമംഗലം വയൽ. ഭൂരിഭാഗം സ്ഥലങ്ങളും സുരക്ഷിത പ്രദേശങ്ങളാണ്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആവശ്യമായ മുൻകരുതൽ ഒരുക്കുകയും തങ്ങൾക്ക് പകരം വീടുകൾ നിർമ്മിച്ചു നൽകുകയും വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, മേപ്പാടി. ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വാർത്തകളിലേക്ക്. ചീക്കല്ലൂരിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ജലനിധി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് ഹൗസ് ഉപയോഗമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നിരവധി സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന പദ്ധതിയാണ് ആരംഭിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ നിലച്ചുപോയത്. കണിയമ്പറ്റ ചീക്കല്ലൂർ പുഴയോരത്ത് നിർമ്മിച്ച ജലനിധി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് ഹൗസാണ് യാതൊരു ഉപയോഗവുമില്ലാതെ നശിക്കുന്നത്. ഗുണനിലവാരം കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിച്ചാണ് പദ്ധതി ആരംഭിച്ചതെന്നും അതുകൊണ്ടുതന്നെ ഇതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ജലനിധി എന്ന് പറഞ്ഞ പദ്ധതിയുടെ വന്നിട്ട് കുറെ വെള്ളം കിട്ടിയിരുന്നു. പക്ഷെ മോശമായ പൈപ്പുകൾ ഉപയോഗിച്ചതുകൊണ്ട് പലപ്പോഴും അത് കേടുപാട് ശ്രമിച്ചിട്ട് ആകാശത്തിലേക്ക് പോക്കറ്റ് ട്യൂബ് പോലെ വെള്ളം ഇങ്ങനെ ചീറ്റുന്ന അവസ്ഥ എല്ലാവരും കണ്ടതാണ്. അത് തന്നെ വിളിച്ചു പറഞ്ഞാൽ അത് അടച്ച് ശരിയാക്കി വൃത്തിയാക്കും. അങ്ങനെ വെള്ളം കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴും കുറേ കാലമായിട്ട് വെള്ളം കിട്ടുന്നില്ല എന്നൊരു സത്യാവസ്ഥ മാത്രമാണ്. ഇതിൽ ശക്തമായ അഴിവിനെ നടത്തിയിട്ടുണ്ട്. അതിന് ശക്തമായ ഒരു അന്വേഷണം ഉണ്ടെങ്കിലേ ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരും. നിരവധി ആദിവാസി കുടുംബങ്ങൾക്കുൾപ്പെടെ വെള്ളം ലഭ്യമാക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. എന്നാൽ പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളിൽ തകരാറുകൾ വന്നു. ഇപ്പോൾ പൂർണ്ണമായും ജലസേചനം നിലച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ പദ്ധതി പുനരാരംഭിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ കുടിവെള്ള പദ്ധതിയെ അട്ടിമറിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, പനമരം.
വള്ളിയൂരമ്മയുടെ സന്നിധിയിൽ ഒരേ വേദിയിൽ അരങ്ങേറ്റം നടത്തി അമ്മയും മകളും. 60 മിനിറ്റ് സ്വീറ്റ ജോസും മകൾ റിയ ജോർജുമാണ് കഴിഞ്ഞ ദിവസം ശാസ്ത്രീയ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. മാനന്തവാടി ഹിൽബ്ലൂംസ് സ്കൂൾ പ്രിൻസിപ്പളായ സ്വീറ്റ 10 വർഷത്തോളമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. തൃശൂർ സ്വദേശിയും സ്കൂളിലെ സംഗീത അധ്യാപികയുമായ വൃന്ദ സുരേഷിൻ്റെ കീഴിലായിരുന്നു പരിശീലനം. സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വീറ്റയുടെ കുടുംബത്തിൽ നിന്നും മകളും സ്കൂളിലെ അധ്യാപികയുമായ റിയയും ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. അമ്മയും മകളും ചേർന്ന് നടത്തിയ അരങ്ങേറ്റം ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. സ്കൂളിൽ പാഠ്യ സിലബസിൽ കർണാടക സംഗീതം ഉൾപ്പെടുത്തിയതും സംഗീതത്തോടുള്ള താല്പര്യവും ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഒഴിവു സമയങ്ങളിലും രാത്രിയുമെല്ലാമുള്ള പരിശീലനം. ശ്രീ രാജരാജേശ്വരി വർണ്ണത്തിൽ ആരംഭിച്ച കച്ചേരി മംഗളംപാടി അവസാനിപ്പിക്കുകയായിരുന്നു. ഈ സംഭവം നമ്മൾ ചെയ്യാനുള്ള കാരണം മെയിൻ കാരണം ഞാൻ എപ്പോഴും ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രീയ സംഗീതത്തോട് ഒരു പേടിയുണ്ട്. അത് അധികം പഠിക്കാനായിട്ട് സമയം കാണാറില്ല. പക്ഷെ അത് പഠിക്കുന്നതിനുള്ള ഒരു സന്തോഷം, അത് പഠിക്കുമ്പോൾ ഉള്ള ഒരു മനസ്സും അത് പാടുമ്പോൾ ഉള്ള ഒരു ആസ്വാദനം, അത് എൻ്റെ മക്കൾക്കൂടെ കാണാറാകട്ടെ, അവരും കൂടെ ചെയ്യാറാകട്ടെ, അവർക്കൊരു പ്രചോദനമായി ഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗുരുവിൻ്റെ ആഗ്രഹമാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ തന്നെ അരങ്ങേറ്റം കുറിക്കാൻ നിമിത്തമായതെന്നും വിദ്യാർത്ഥികൾക്ക് സംഗീതത്തിൽ കൂടുതൽ പ്രചോദനം നൽകുന്നതിനായാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതെന്നും സ്വീറ്റ പറഞ്ഞു. കുടുംബാംഗങ്ങളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 417, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 255, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 665, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 655, നേന്ത്രക്കായ് കിലോയ്ക്ക് 41, ഇഞ്ചി ചാക്കിന് 1100, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 180, സ്വർണം പവന് 70,000, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 766 കല്ലൂരിന് സമീപം വാഹനാപകടം, 4 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. അപകടം കാറും ടോറസ് ടിപ്പറും കൂട്ടിയിടിച്ച്. പനമരം കൂളിവയലിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കി. ഒരേ സമയം ഉപയോഗിക്കുന്നത് 10 മണ്ണുമാന്തി യന്ത്രങ്ങൾ. മാതൃകാ വീടിന്റെ നിർമ്മാണം 1 മാസത്തിനകം പൂർത്തിയാകും. തൃക്കൈപ്പറ്റയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം, 3 പവൻ സ്വർണവും 30,000 രൂപയും അപഹരിച്ചു. വീട്ടിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ കൊണ്ടുപോയി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാട്ടാന ശല്യത്തിനെതിരെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധം. വന്യമൃഗശല്യത്തിനെതിരെ ഫലപ്രദമായ നടപടികളില്ലെന്ന് നാട്ടുകാർ. കാട്ടാനാക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ DFOയുമായി ചർച്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് വേവ്സിൽ ഗീത രാജഗോപാൽ ചേരും. നമസ്കാരം.